അങ്ങനെ എന്നാ പിടിച്ചോ മാങ്ങാക്കാലത്ത് ഒരു മാങ്ങാക്കറി റെസിപ്പി. അപ്പോൾ ഇത് എത്ര പേർക്ക് അറിയാമെന്നൊന്നും അറിയില്ല. പക്ഷെ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ടുള്ള ഈ റെസിപ്പി എനിക്ക് കിട്ടിയിട്ട്. അപ്പം നമുക്കിതിനെ മാങ്ങാ മധുരം എന്നുള്ള പേരിട്ടിട്ട് നമുക്കിതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഴുത്ത മാങ്ങയാണ് മെയിനായിട്ട് വേണ്ടത്. പഴുത്ത മാങ്ങയും വേണം, കുറച്ച് മൂത്ത മാങ്ങയാണെങ്കിൽ അതും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇത് കുറച്ച് മധുരം, എരിവ്, കുറച്ച് പുളി, അങ്ങനെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം മാങ്ങ പിന്നെ നമ്മൾ എങ്ങനെ കിട്ടിയാലും കഴിക്കുമല്ലോ അല്ലേ. അപ്പം നമുക്ക് ഈ മാങ്ങ മധുരം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ഇതുപോലെ നന്നായി അരിഞ്ഞെടുക്കണം കേട്ടോ. പിന്നെ ചട്ടിയിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, അവസാനം നമ്മൾ ചേർക്കുന്നതാണ് സാമ്പാർ പൊടി. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. അപ്പോൾ അത് ഇട്ടിട്ട് എല്ലാം കൂടി കരിയാതെ അങ്ങോട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച മാങ്ങ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഗ്രേവി നല്ല കുറുകിയ ഗ്രേവി ആയിട്ട് വരും. അങ്ങനെ നമ്മുടെ മാങ്ങാക്കറി ഇവിടെ വെന്ത് സെറ്റായി വരും കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ.